റിവേഴ്സ് പ്രോക്സി എന്താണെന്ന് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു, എന്നാൽ മറ്റ് പല ടീമുകളുണ്ട്. എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യും. അവർക്ക് വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യുന്ന ടീമുകളുണ്ട്. എന്ന് വെച്ചാൽ സ്റ്റുഡൻസ് എങ്ങനെയെങ്കിലും ചാടി യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താമെന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അത് അപ്പം വർക്ക് ചെയ്യുന്നത് സെർവറിൻ്റെ കൂടെയാണ് അവർ വർക്ക് ചെയ്യുക. ഉദാഹരണം നമ്മൾ ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞു സെർവറും ഉണ്ട്, ക്ലയൻറ്റും ഉണ്ട്. നേരത്തെ പറഞ്ഞു ക്ലയൻറ്റിൻ്റെ കൂടെ നിന്നപ്പോഴാണ് അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്തത്. ഇത്തവണ പോയി വർക്ക് ചെയ്യുന്നത് നമ്മളുടെ സെർവറിൻ്റെ കൂടെയാണ്. സെർവർ പറയും എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇത്രയും വരുന്നത് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റിൽ ഒരുപാട് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്, എനിക്കിത് തലവേദനയാണ്, എനിക്ക് ഇതിനകത്ത് പല കോളുകളും ആൾക്കാർ ആവശ്യമില്ലാതെ വിളിക്കുന്നതാണ്, എനിക്കതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, എനിക്കൊരു മാനേജർ വേണമെന്ന് പറഞ്ഞൊരു മാനേജർ വെക്കുന്നു. അപ്പം ക്ലയൻറ്റ്സ് വരുന്നു, കോൾ വരുന്നു. ആ കോൾ വരുന്ന സമയത്ത് മാനേജറിൻ്റെ ഭാഗത്തു നിന്ന് അവിടെ ഒരു ഫിൽറ്ററിങ് നടത്തുന്നു. അയാൾ പറയും എല്ലാം ഞാൻ നോക്കട്ടെ, ഏത് ലെജിറ്റിമേറ്റ്, നിങ്ങളുടെ അടുത്ത് വിളിച്ച് ചോദിക്കും നിങ്ങൾക്ക് വേണ്ടതാണോ, പ്രോപ്പർട്ടി വേണ്ട, നിങ്ങളെ പൈസ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ മാത്രം അകത്തേക്ക് കയറി വരിക, അല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് പോകും, നിങ്ങൾ ആവശ്യമില്ലാതെ ഒന്നാണ്. ഇപ്പോൾ നമ്മൾ PA കണ്ടിട്ടില്ലേ, ചില മന്ത്രിമാരുടെ PA എന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് അത്രയും ലോഡ് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഫോർവേഡ് പ്രോക്സി, റിവേഴ്സ് പ്രോക്സി അവിടെ നിൽക്കുന്നു. ആ റിവേഴ്സ് പ്രോക്സിയാണ് അകത്തേക്ക് വിടണോ വേണ്ടോ എന്നുള്ള ഫിൽറ്ററിങ് നടത്തുന്നത്. ഇവിടെ നിന്നാണ് മോണിറ്ററിങ് നടത്തുന്നത്. എന്ന് വെച്ചാൽ നേരിട്ട് ഹിറ്റ് മന്ത്രിയിലേക്ക് എത്തത്തില്ല. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ ഏജൻസ്, കോളേജിൻ്റെ ഏജൻസ് ഉണ്ട്. ആ കോളേജിൻ്റെ ഏജൻസ് വർക്ക് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിക്ക് അധികം ലോഡ് കൊടുക്കാതെ യൂണിവേഴ്സിറ്റിയുടെ കുറേ ടാസ്കുകളെല്ലാം ഏജൻസി ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം സ്റ്റുഡൻസിനെ ഹാൻഡിൽ ചെയ്യലും സ്റ്റുഡൻറ്റിനെ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം റിവേഴ്സ് പ്രോക്സി ഈ ഏജൻസ് ആയിരിക്കും. അപ്പോൾ അതാണ് റിവേഴ്സ് പ്രോക്സി. അത് എന്താണെന്ന് വെച്ചാൽ സെർവറിൻ്റെ മുന്നിലായിരിക്കും ഇരിക്കുന്നത്, ക്ലയൻറ്റിൻ്റെ മുന്നിലല്ല. എന്ന് വെച്ചാൽ ക്ലയൻറ്റ്സ് തിങ്സ് ദേ ആർ ടോക്കിംഗ് ടു ദ ഡയറക്ട്ലി. എന്ന് വെച്ചാൽ നമ്മൾ അറിവ് ചോദിക്കുന്നത് ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഏതോ സ്റ്റാഫാണെന്ന് പറഞ്ഞിരിക്കുമായിരിക്കും, അത് വിചാരിക്കും എന്നെ സാറെന്നൊക്കെ വിളിക്കും, പക്ഷേ ഞാനായിരിക്കത്തില്ല ശരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ ആ റിക്വസ്റ്റ് കോളേജിലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞേക്കുന്ന എന്താണോ യൂണിവേഴ്സിറ്റി ഗൈഡ് ചെയ്തിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് പറയത്തുള്ളൂ. അതുപോലെ എന്താ പ്രോക്സി ഡിസൈഡ്സ് വിച്ച് ബാക്ക് ആൻഡ്. അപ്പോൾ ഞാൻ മിഡിൽ മാൻ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 100 യൂണിവേഴ്സിറ്റീസ് ഉണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റികളുടെ മുന്നിൽ ഞാനായിരിക്കും നിൽക്കുന്നത്. ആ യൂണിവേഴ്സിറ്റിയുടെ മുഴുവൻ റിക്വസ്റ്റ് വരുമ്പോൾ ഞാൻ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഇന്ന യൂണിവേഴ്സിറ്റി പഠിച്ചോളൂ എന്ന് പറയുന്നത് ഞാനാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എനിക്ക് വരുന്ന റിക്വസ്റ്റിനെ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണെന്നുള്ളത് ഫോർവേഡ് ചെയ്യുന്നത് ഞാനാണ്, അല്ലാതെ അവർക്ക് നേരിട്ട് തീരുമാനിക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പം എന്നിലേക്ക് സംസാരിക്കുന്നു, ഞാൻ ആ റിക്വസ്റ്റ് എവിടെ വേണമെന്നുള്ളത് പാസ് ചെയ്യുന്നു.